സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 67ാമത്തെ എപ്പിസോഡിലേക്ക് ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ പറ്റി പഠിക്കുന്ന 13ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ഒരു മുഴുവൻ സീരീസിനെയും ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി തന്നെ പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ പറ്റി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ പറ്റിയാണ്. പേഴ്സണലി എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അതായത് പലപ്പോഴും പലരും ഓപ്ഷൻസ് ട്രേഡിംഗ് വളരെ റിസ്കിയാണ്, അവിടെ പോവുകയാണെങ്കിൽ പൈസ നഷ്ടമാകുമെന്നൊക്കെ പറയുന്നത് പ്രോബബ്ലി അവർക്ക് ഈ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെന്തോ വലിയ കാര്യമാക്കി വെച്ചിട്ട് എല്ലാവരെയും പേടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ഒരു പോയിന്റ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലോസിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് വളരെയധികം സേഫ് ആയിട്ട് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 സ്ട്രാറ്റജീസ് പഠിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അതാണ്. അപ്പോൾ എന്തായാലും ആ 2 സ്ട്രാറ്റജീസ് പഠിച്ചു നിൽക്കുന്ന നമുക്ക് അതിനേക്കാളും അതിശക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വളരെ നല്ല ഇൻട്രൊഡക്ഷൻ തരാനാണെങ്കിൽ, നമ്മളൊരു ഓപ്ഷൻ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? ബേസിക്കലി അതിന്റെ അണ്ടർലൈങ്ങിന്റെ പുറത്ത് നമ്മൾ സ്പെക്യുലേറ്റ് ചെയ്യും, ശരിയല്ലേ? അതായത് നിഫ്റ്റി മുകളിലേക്ക് പോകുമോ അല്ലെങ്കിൽ താഴേക്ക് പോകുമോ അല്ലെങ്കിൽ ഏറെക്കുറെ അതേ റേഞ്ചിൽ തന്നെ നിൽക്കുമോ എന്നുള്ള എക്സ്പെക്ടേഷന്റെ പുറത്താണ് നമ്മൾ ഒരു ഓപ്ഷൻ ട്രേഡിലേക്ക് തന്നെ എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ട്രേഡിലേക്ക് എൻ്റർ ചെയ്തതിനു ശേഷം നമ്മുടെ ഒറിജിനൽ വ്യൂ എന്തായിരുന്നോ, നമ്മൾ മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റർ ചെയ്തത്. എന്നാൽ അതിനുശേഷം നിഫ്റ്റി താഴേക്ക് പോവുകയാണെങ്കിലോ നമുക്ക് വലിയൊരു ലോസ് വരികയും ചെയ്യും. കഴിഞ്ഞ 2 സ്ട്രാറ്റജി വെച്ച് എൻ്റർ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇഫ് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ സ്ട്രാറ്റജി പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇതുപോലെ ഒരു അണ്ടർലൈങ്ങിന്റെ പുറത്ത് നിങ്ങൾ ഒരു വ്യൂവുമായിട്ട് എൻ്റർ ചെയ്തു, എന്നാൽ അതിനുശേഷം നിഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു അണ്ടർലൈങ് മുകളിലേക്ക് പോയാലും നിങ്ങൾക്ക് ലാഭമാണ്, അതുപോലെ താഴേക്ക് പോയാലും നിങ്ങൾക്ക് ലാഭമാണ്. അപ്പോൾ ആ ഒരു അണ്ടർലൈൻ എങ്ങോട്ട് മൂവ് ചെയ്താലും നിങ്ങൾക്ക് ലാഭം മാത്രം കിട്ടാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി, ഒരു വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ പേര് വളരെ ഫേമസ് ആണ്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിനെ സ്ട്രാഡിൽ എന്ന് പറയും. അതിനകത്ത് തന്നെ നമ്മൾ ലോങ് സ്ട്രാഡിലും ഷോർട്ട് സ്ട്രാഡിലും എന്ന് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വളരെയധികം എഫക്റ്റീവ് ആണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും നമുക്ക് ലാഭം മാത്രമാണ്. എന്നാൽ ഒരിക്കലും കാര്യങ്ങൾ അത്ര അധികം ഈസി ആയിരിക്കില്ല. ഇതിനകത്തും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനും സൊല്യൂഷൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക, ഈ ഒരു സ്ട്രാറ്റജിനെ പറ്റി വളരെ നന്നായിട്ട് പഠിക്കാനായിട്ട്. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പൊ ആദ്യം നമുക്ക് ലോങ് സ്ട്രാഡിൽ എന്താണെന്ന് പഠിക്കാം. അപ്പൊ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ന്യൂട്രൽ സ്ട്രാറ്റജീസിലെ ഏറ്റവും സിമ്പിളും ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ലോങ് സ്ട്രാഡിൽ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളൊരു ഓപ്ഷൻ സ്ട്രാറ്റജി പഠിക്കാൻ പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് ഈ ഒരു സ്ട്രാറ്റജി എപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന്, ശരിയല്ലേ? അപ്പോ ലോങ് സ്ട്രാഡിൽ അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു അണ്ടർലൈങ് ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ, മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രാക്കറ്റിലുണ്ട്, ഒരു ലാർജ് മൂവ്മെന്റ് ഉണ്ടാക്കും. അത് ഐദർ മുകളിലേക്കാകാം അല്ലെങ്കിൽ താഴേക്കാകാം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അണ്ടർലൈങ്ങിന്റെ പുറത്തുള്ള എക്സ്പെക്ടേഷൻ എങ്കിൽ അവിടെ നമുക്ക് ലോങ് സ്ട്രാഡിൽ ഉപയോഗിക്കാം. അപ്പൊ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? വളരെ ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് ഇവിടെ അൺലിമിറ്റഡ് ആണ്. അതായത് മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും എത്രമാത്രം ആ ഒരു അണ്ടർലൈങ് മൂവ് ചെയ്യുന്നോ അത്രമാത്രം നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതിനേക്കാൾ ഏറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് സെക്കൻഡ് പോയിന്റ് തന്നെയാണ്. അതായത് അണ്ടർലൈങ് എങ്ങോട്ട് മൂവ് ചെയ്താലും നമുക്ക് ലാഭം കിട്ടുന്നു എന്നുള്ളത്. അതായത് കഴിഞ്ഞ സ്ട്രാറ്റജീസിലും അല്ലെങ്കിൽ നേക്കഡ് ഓപ്ഷനിലാണെങ്കിലും ഒരൊറ്റ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്താലേ നമുക്ക് ലാഭം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അതിന്റെ ഓപ്പോസിറ്റ് മൂവ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും പല തവണയായിട്ട് കുറെ പൈസ നഷ്ടപ്പെട്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ ആ ഒരു പ്രശ്നം ഇവിടെ വലിയ തോതിൽ സോൾവ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പോയിന്റ് ആണ് ഇവിടെ ലോസ് എന്നുള്ളത്. വളരെ ചെറിയ ലോസേ ഉണ്ടാവുള്ളൂ, അത് തന്നെ വളരെ ലിമിറ്റഡുമാണ്. അപ്പൊ ടെൻഷൻ ഒന്നുമില്ലാത്ത വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ് ലോങ് സ്ട്രാഡിൽ. അപ്പൊ ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കേണ്ടത് ഇതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതും ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ വളരെ ഈസിയാണ്. അതായത് ഒരു അറ്റ് ദ മണി കോൾ ഓപ്ഷനെ നമ്മൾ വാങ്ങുക, അതേസമയം ഒരു അറ്റ് ദ മണി പുട്ട് ഓപ്ഷനെ നമ്മൾ വാങ്ങുക. വളരെ സിമ്പിൾ ആണ്, കാര്യമായി ചിന്തിക്കാൻ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ നമ്മൾ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, വളരെ ബേസിക് ആണ്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി മുന്നിലേക്ക് പോകുമ്പോൾ എങ്ങനെ ലോങ് സ്ട്രാഡിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പഠിച്ചു. അപ്പോൾ അതിനൊന്ന് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു എക്സാമ്പിൾ, ഒരു കേസ് സ്റ്റഡി നമുക്ക് കാണാം, എല്ലാ സ്ട്രാറ്റജി വീഡിയോയിലും ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ ഇന്ന് നിഫ്റ്റി എവിടെയാണോ നിന്നത് അതിന്റെ ബേസിസിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിഫ്റ്റി ഇന്ന് നിന്ന സ്പോട്ട് പ്രൈസ് 10,893 ആണ്. ഞാൻ ഇവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ നോക്കിയപ്പോൾ
10,893 ആയിരുന്നു. ഇപ്പൊ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ നിഫ്റ്റിയുടെ സ്പോട്ട് 10,893 ആണെങ്കിൽ ഒബ്വിയസ്ലി 10,900 കോൾ ഓപ്ഷനും 10,900 പുട്ട് ഓപ്ഷനും ആയിരിക്കുമല്ലോ അതിന്റെ അറ്റ് ദ മണി കോളും അറ്റ് ദ മണി പുട്ടും. അപ്പൊ ഇനി നമുക്ക് ലോങ് സ്ട്രാഡിൽ ട്രേഡ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ആയിട്ട് അറ്റ് ദ മണി കോൾ ഓപ്ഷനും വാങ്ങുക, അറ്റ് ദ മണി പുട്ട് ഓപ്ഷനും വാങ്ങുക. അപ്പൊ ഇവിടെ 10,900 CE നമ്മൾ വാങ്ങുകയാണ് ഈ 102 രൂപ പ്രീമിയം പേ ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ 10,900 PE 87 രൂപ പ്രീമിയം പേ ചെയ്തുകൊണ്ട് നമ്മൾ വാങ്ങുകയാണ്. മൾട്ടിപ്പിൾ സിനാരിയോസിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. അതായത് മൾട്ടിപ്പിൾ ലെവൽസിൽ നിഫ്റ്റി എക്സ്പയർ ആയാൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുന്നു. അപ്പൊ നിഫ്റ്റി 10,600 എക്സ്പയർ ആവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? എന്തായാലും ഞാനിവിടെ വളരെയധികം എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകുന്നില്ല. എല്ലാ വീഡിയോസിലും നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ എന്തായാലും ബിഗിനേഴ്സ് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനുള്ള സമയം എന്തായാലും ആയിട്ടുണ്ട്. ഇനി അതല്ല, എന്റെ സൈഡിൽ നിന്നും വിശദമായ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എന്തായാലും ഇത്തവണ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പൊ മാർക്കറ്റ് 10,600 എക്സ്പയർ ആവുകയാണെങ്കിൽ നമ്മുടെ 10,900 CE അതിന്റെ ഇൻട്രിൻസിക് വാല്യൂ അപ്പോൾ എക്സ്പയറി 0 ആകും. അപ്പൊ അതിൽ നമുക്കൊരു 102 രൂപയുടെ ലോസ് ഉണ്ടാകും. 10,900 PE 300 രൂപ ഇൻട്രിൻസിക് വാല്യൂ അപ്പോൾ എക്സ്പയറിയിലാണ് എത്തുക. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് 213 രൂപയുടെ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അതിന്റെ റീസൺ ഇവിടെ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ നെറ്റ് PNL വരുന്നത് -102 + 213, അതായത് 111 രൂപ ലാഭം വരികയാണ്. എപ്പോഴാണ്? നമ്മുടെ 10,900 ആണ് നമ്മുടെ ATM. 10,600 വരെ ഇത്ര അധികം മാർക്കറ്റ് താഴോട്ട് പോയപ്പോഴും. അടുത്തത് നമുക്ക് 10,711 മാർക്കറ്റ് എക്സ്പയർ ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നിങ്ങൾക്ക് നോക്കാം, ഇവിടെയും നമ്മുടെ കോൾ ഓപ്ഷൻ 0ലാണ് എക്സ്പയർ ആകുന്നത്. അതുകൊണ്ട് അവിടെ 102 രൂപയുടെ നഷ്ടമുണ്ട്. നമ്മുടെ 10,900 PE അതിന്റെ ഇൻട്രിൻസിക് വാല്യൂ അപ്പോൾ എക്സ്പയർ 189 ആകും. അതുകൊണ്ട് തന്നെ അതിൽ 102 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാകും. അപ്പൊ 10,711 നമ്മുടെ നെറ്റ് PNL 0 ആണ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ ഇത് ബ്രേക്ക് ഈവൻ ആകുന്നു എന്ന് കാണാൻ പറ്റുന്നു. ശരിയല്ലേ? ഇനി നമുക്ക് നമ്മുടെ 10,900 തന്നെ, അതായത് നമ്മുടെ ATM സ്ട്രൈക്ക് എന്താണോ അവിടെ നമുക്ക് എത്ര ലാഭം ഉണ്ടാകും അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകുമെന്ന് നോക്കാം. അപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ കാര്യം കുറച്ചുകൂടി ഈസിയാണ്. നമ്മുടെ 10,900 CE അതിൽ നമ്മൾ ലോങ് പോയതുകൊണ്ട് അതിന്റെ ഇൻട്രിൻസിക് വാല്യൂ അപ്പോൾ എക്സ്പയറി 0 ആണ്. അതിൽ നമ്മൾ പേ ചെയ്ത പ്രീമിയം 102 രൂപയും നഷ്ടമാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ 10,900 PE അതിന്റെയും ഇൻട്രിൻസിക് വാല്യൂ അപ്പോൾ എക്സ്പയറി 0 ആണ്. അതുകൊണ്ട് അതിലും പേ ചെയ്ത പ്രീമിയം നമുക്ക് 87 രൂപ നഷ്ടമാകുന്നു. അപ്പോ ATM-ൽ ഇത് എക്സ്പയർ ആവുകയാണെങ്കിൽ നമ്മുടെ PNL ടോട്ടൽ 102 രൂപയെ നഷ്ടം, 87 രൂപയെ നഷ്ടം, ടോട്ടൽ 189 രൂപ നഷ്ടമാണെന്ന് കാണാൻ പറ്റുന്നു. ഇനി അതല്ല മാർക്കറ്റ് മുകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് നിഫ്റ്റിയുടെ സ്പോട്ട് 10,893 ഉള്ളപ്പോഴാണ്. നമ്മുടെ ATM 10,900 ആണ്. എന്നാൽ മാർക്കറ്റ് മുകളിലേക്ക് നീങ്ങി 11,300 എക്സ്പയർ ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ നമ്മുടെ കോൾ ഓപ്ഷന് ഇൻട്രിൻസിക് വാല്യൂ അപ്പോൾ എക്സ്പയറി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൽ പ്രോഫിറ്റ് 298 രൂപ കിട്ടുന്നു. നമ്മുടെ 10,900 PE അത് ഇൻട്രിൻസിക് വാല്യൂ അപ്പോൾ എക്സ്പയറിയിലാണ് അത് തീർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പേ ചെയ്ത പ്രീമിയം 87 രൂപ നഷ്ടം സംഭവിക്കുന്നു. അപ്പൊ ഇവിടെ നെറ്റ് PNL കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 298 - 87 211 രൂപ ലാഭമുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് സ്വയം വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഒരു പിക്ചർ വന്നിട്ടുണ്ടാകും. അതായത് നമ്മുടെ ATM എവിടെയാണോ അവിടെ എക്സ്പയർ ആവുകയാണെങ്കിൽ മാക്സിമം ലോസ് ഉണ്ടാകുന്നു. അതിനുശേഷം നിഫ്റ്റി താഴോട്ട് നീങ്ങുകയാണെങ്കിൽ പ്രോഫിറ്റ് കൂടി മാത്രം പോകുള്ളൂ. അൺലിമിറ്റഡ് ആയിട്ട് കൂടും. എത്രമാത്രം നിഫ്റ്റി താഴോട്ട് പോകുന്നു അത്രമാത്രം നമ്മുടെ പ്രോഫിറ്റ് കൂടും. അതുപോലെ തന്നെ നിഫ്റ്റി മുകളിലേക്ക് നീങ്ങുകയാണെങ്കിലും നമ്മുടെ പ്രോഫിറ്റ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ ഇതിന്റെ ഒരു പേ ഓഫിലേക്ക് നമുക്ക് അടുത്ത സ്ലൈഡിൽ തന്നെ എത്താം. അപ്പൊ കുറച്ചൊരു ജനറലൈസേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ലോങ് സ്ട്രാഡിൽ എന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മാക്സിമം ലോസ് സംഭവിക്കുന്നത് അത് ATM-ൽ തന്നെ നിൽക്കുമ്പോഴാണ്. അല്ലാതെ അവിടെ നിന്ന് ഏത് സൈഡിലേക്ക് നീങ്ങുക ആണെങ്കിലും നമുക്ക് പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതും അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഉണ്ടാകും. വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത്, അതായത് ATM-ൽ മാക്സിമം ലോസ് ആണ്. അതിനുശേഷം കുറച്ചൊന്നും സൈഡിലേക്ക് നീങ്ങുമ്പോൾ 10,711 താഴോട്ട് നീങ്ങുമ്പോൾ അവിടെ വരെ ലോസ് ആണ്. അതിന്റെയും താഴേക്കാണ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാലും ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ടെന്ന് കാണാൻ പറ്റുന്നു. അത് നമുക്ക് ഈ ഒരു പേ ഓഫിലേക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഇതാണ് ഇവിടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഈ ഒരു പേ ഓഫിന്റെ ഈ ഗ്രാഫിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടും. അതായത് ഇവിടുത്തെ വാല്യൂസ് നിങ്ങൾ നോക്കേണ്ട, എന്നാൽ ഈ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. നമ്മൾ എൻ്റർ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ 10,900 എന്നുള്ള ATM സ്ട്രൈക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സ്പോട്ട് നിൽക്കുന്ന ഏറെക്കുറെ ഈ പോയിന്റിലേക്കാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ അണ്ടർലൈയിങ് മുകളിലേക്കോ
താഴോട്ടോ നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ എങ്കിൽ അപ്പോഴാണ് നമ്മൾ ലോങ് സ്ട്രാഡിൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു എക്സ്പെക്ടേഷനിൽ എൻ്റർ ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ നോക്കിയേ, എത്ര മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അത്ര ലാഭം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി അതല്ല, എത്ര താഴോട്ട് പോവുകയാണെങ്കിലോ അത്രയും തന്നെ നമുക്ക് ലാഭം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം വൈ ആക്സിസിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. ആകെ നമുക്ക് ലോസ് ഉണ്ടാകാൻ സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ റേഞ്ചിനകത്ത് തന്നെ മാർക്കറ്റ് നിന്ന് പോയാലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ അണ്ടർലൈങ്ങിന്റെ പുറത്തുള്ള വ്യൂ അത് ഏത് സൈഡിലേക്കാണെങ്കിലും വലിയൊരു മൂവ് ഉണ്ടാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ ലോങ് സ്ട്രാഡിൽ ഉപയോഗിക്കുക. മനസ്സിലായില്ല? ഒരു വലിയ മൂവ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതല്ല, നമ്മൾ എൻ്റർ ചെയ്തതിനു ശേഷം ഈ ഒരു ചെറിയ റേഞ്ചിൽ തന്നെ അണ്ടർലൈൻ കിടന്ന് കളിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നഷ്ടം ഉണ്ടാകാനാണ് സാധ്യത. എന്നാലും ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഉണ്ടാകുന്ന നഷ്ടം അത് വളരെ കുറവാണ്. ഇത്ര ചെറിയൊരു നഷ്ടത്തിൽ അത് ലിമിറ്റഡ് ആയിരിക്കും. ഇൻ കേസ് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനൊരു ജനറലൈസ്ഡ് ഫോർമുല കൂടിയുണ്ട്. കണ്ടോ, മാക്സിമം ലോസ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ പ്രീമിയം പേ ചെയ്യുന്നത് അത് അത്ര മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒരു നഷ്ടവും നമുക്ക് സംഭവിക്കുക തന്നെയില്ല. തീർച്ചയായിട്ടും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിനെ നമുക്കൊരു ജനറലൈസ്ഡ് ഫോർമുല ഉണ്ട്. അതായത് അറ്റ് ദ മണി സ്ട്രൈക്ക് എവിടെയാണോ, നമ്മുടെ കേസിൽ 10,900 ആയിരുന്നു, അതേ പ്ലസ് നെറ്റ് പ്രീമിയം ചെയ്യുകയാണെങ്കിൽ അപ്പർ ബ്രേക്ക് ഈവൻ കിട്ടും, അതേ മൈനസ് നെറ്റ് പ്രീമിയം ചെയ്യുകയാണെങ്കിൽ ലോവർ ബ്രേക്ക് ഈവൻ കിട്ടും. അതായത് നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ATM 10,900 ആയിരുന്നു, അപ്പോൾ 10,900 പ്ലസ് നമ്മുടെ ഇവിടുത്തെ നെറ്റ് പ്രീമിയം 189 ആയിരുന്നു. അപ്പോൾ പ്ലസ് 189 ചെയ്യുകയാണെങ്കിൽ 11,089 കിട്ടും, മൈനസ് 189 കിട്ടുകയാണെങ്കിൽ 10,711 കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു കേസിൽ നമ്മുടെ നിഫ്റ്റി നിയർലി 10,900 നിൽക്കുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം 11,089നും 10,000 എത്രയായിരുന്നു 10,711നും ഇടയിൽ നിഫ്റ്റി നിന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നഷ്ടം നടക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ താഴേക്ക് എത്ര പോയാലും മുകളിലേക്ക് എത്ര പോയാലും ലാഭം മാത്രം സംഭവിക്കുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ലോങ് സ്ട്രാറ്റജിയുടെ ഈ ഒരു പേ ഓഫ് നിങ്ങൾക്ക് മനസ്സിലായെന്നും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രീമിയം ഡിവൈഡഡ് ബൈ സ്ട്രൈക്ക് പ്രൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നെറ്റ് പ്രീമിയം എത്രയാണ്, 189 ആണ്. ഡിവൈഡ് ബൈ നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് 10,900 ആണ്. ഈ ഒരു അണ്ടർലൈങ് എത്ര പെർസെന്റേജിൽ കൂടുതൽ നീങ്ങിയാൽ നമുക്ക് ലാഭം കിട്ടുമെന്ന് മനസ്സിലാകും. അപ്പൊ അതിന്റെ ബേസിസിലാണ് ഞാൻ ഇവിടെ ഈ ഒരു 1.7% എന്നുള്ള എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതായത് നമ്മൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്തതിനു ശേഷം ഈ ഒരു അണ്ടർലൈങ് 1.7%നേക്കാളും കൂടുതൽ മൂവ് ചെയ്താൽ, മുകളിലേക്കോ താഴോട്ടോ മൂവ് ചെയ്താൽ നമുക്ക് ലാഭം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തോന്നുന്നുണ്ടാകും ഇതൊരു അടിപൊളി സ്ട്രാറ്റജി ആണല്ലോ, ഇത് എന്തായാലും ഉപയോഗിച്ചാൽ എന്തായാലും പ്രോഫിറ്റ് തന്നെ കിട്ടുമല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും മേജർ സംഭവം അത് വോളറ്റൈലിറ്റിന്റെ എഫക്റ്റ് ആണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എക്സ് ആക്സിസിൽ വോളറ്റൈലിറ്റി ആണ്, വൈ ആക്സിസിൽ പ്രീമിയത്തിന്റെ വാല്യൂ ആണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ലോങ് സ്ട്രാഡലിനെ പറ്റിയാണ്. അതായത് നമ്മൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്തതിനു ശേഷം ഇതൊരു ലോങ് പൊസിഷൻ ആയതുകൊണ്ട് നമ്മൾ വാങ്ങിച്ച ഓപ്ഷൻസിന്റെ പ്രീമിയത്തിന്റെ വില കൂടുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ ലാഭം കിട്ടുക. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബ്ലൂ ലൈൻ കാണിക്കുന്നത് 30 ദിവസം എക്സ്പയറിയിലേക്ക് ബാക്കിയുള്ള കേസിൽ ഒരു ഓപ്ഷന്റെ പ്രീമിയം വോളറ്റൈലിറ്റിയുടെ അനുസരിച്ച് എങ്ങനെ നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ 30 ദിവസം ബാക്കിയുണ്ടെങ്കിൽ വോളറ്റൈലിറ്റി കുറവിൽ നിന്ന് കൂടുതലിലേക്ക് പോകുമ്പോൾ പ്രീമിയത്തിന്റെ വാല്യൂ അതിശക്തമായിട്ടാണ് കൂടുന്നത്. കണ്ടില്ലേ, വലിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വോളറ്റൈലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രീമിയം ഇത്രയധികം കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമുക്ക് നമ്മുടെ ഒരു ബെനിഫിറ്റിന് ഉപയോഗിച്ചുകൂടെ. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് നമ്മൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് ഒരു ലോങ് സ്ട്രാഡിൽ നമുക്ക് തുടങ്ങാൻ പറ്റുക സ്റ്റാർട്ട് ഓഫ് ദ മന്തിലായിരിക്കും. അതായത് മാസം തുടങ്ങുമ്പോൾ തന്നെ വോളറ്റൈലിറ്റി കുറവുണ്ടെന്ന് കണ്ടിട്ട് ആ ഒരു പോയിന്റിൽ നമ്മൾ ലോങ് സ്ട്രാഡിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ മാസം കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ വോളറ്റൈലിറ്റി കൂടുക കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഹൈ ജമ്പ് ഇൻ പ്രീമിയം വാല്യൂ കിട്ടും. അപ്പൊ അതിനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബെനിഫിറ്റിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് ലോങ് സ്ട്രാറ്റിൽ അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിനകത്തുള്ള വേറൊരു മേജർ പ്രോബ്ലം ആണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു ആ ഒരു അണ്ടർലൈങ് 1.7% മുകളിലേക്കോ താഴോട്ടോ നീങ്ങിയാൽ അതിനേക്കാളും കൂടുതൽ നീങ്ങിയാൽ മാത്രം ലാഭം കിട്ടുള്ളൂ എന്ന്. അപ്പൊ നമ്മളൊരു ചെറിയ ടൈം ഫ്രെയിമിലെ എക്സ്പയറിയിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ആ ഒരു സമയത്ത് ഇവിടെ നമുക്ക് 1.7% ആണ് കിട്ടിയത്. ചില സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2%ഓ 2.5% ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 1.5 to 2.5 to 3% മൂവ്മെന്റ് ഒരു ചെറിയ സമയത്ത് നിഫ്റ്റിന്റെ പുറത്തോ അല്ലെങ്കിൽ അതുപോലെ ഒരു ഇൻഡെക്സിന്റെ പുറത്തോ ഒക്കെ എപ്പോഴും നടക്കലെന്ന് പറയുന്നത് അത് ചില സമയങ്ങളിൽ വളരെ പ്രാക്ടിക്കൽ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ഉള്ളത്, അതായത് ഈ കോവിഡിന്റെ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നിഫ്റ്റി വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഡെയിലി തന്നെ നിഫ്റ്റി 1% 2% മൂവ് ചെയ്യുന്നതാണ്. നോർമൽ റെഗുലർ മാർക്കറ്റ് സർക്കംസ്റ്റാൻസസിൽ നിഫ്റ്റി ഇത്ര ഭ്രാന്തമായ മൂവ്മെന്റ്സ് ഒന്നും നടത്താറില്ല. നമ്മളൊരു വീക്ക്ലി എക്സ്പയറിയിലേക്ക് നോക്കുകയാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മന്ത്ലി എക്സ്പയറിയിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ഈ പറയുന്ന ഒരു 2 to 3% ഒക്കെ നീങ്ങാറുണ്ടാകുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തു, രണ്ട് സൈഡിലേക്കും 2% എന്നുള്ളൊരു മാർജിൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ എങ്ങാനും ഇനി ഈ ഒരു അണ്ടർലൈങ് അസറ്റ് നിന്ന് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് നഷ്ടം വരില്ലേ? അപ്പൊ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിനേക്കാളും കൂടുതൽ നീങ്ങുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോങ് സ്ട്രാറ്റജിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് വോളറ്റൈലിറ്റി കുറവുള്ള സമയത്ത് എൻ്റർ ചെയ്യുക, വോളറ്റൈലിറ്റി കൂടുമെന്ന് കാണുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കൺക്ലൂഡിംഗ് പോയിന്റ്സ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിക്കാൻ പറ്റുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലോങ് സ്ട്രാറ്റജീസ് മേജർ മാർക്കറ്റ് ഇവന്റ്സിന്റെ മുൻപ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയുടെ റിസൾട്ട് വരാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. റിസൾട്ട് ഒക്കെ വരുന്ന സമയത്ത് പല കമ്പനീസിലും വലിയൊരു മൂവ്മെന്റ് നടക്കാറുണ്ട് എന്ന്. അപ്പൊ അങ്ങനെ ഒരു റിസൾട്ട് വന്നതിന് ശേഷം വലിയൊരു മൂവ്മെന്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഐദർ അതിന്റെ ഒരു റിസൾട്ട് വരുമ്പോൾ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടിനേക്കാളും ഒരു ബെറ്റർ റിസൾട്ടോ അല്ല മോശം റിസൾട്ടോ ആണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ലോങ് സ്ട്രാറ്റജിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് ആ ഒരു റിസൾട്ട് വന്ന ദിവസം തന്നെ ഒരു 3-4-5% മൂവ്മെന്റ് ആ ഒരു അണ്ടർലൈനിൽ നടക്കുകയാണ്, ആ ഒരു സ്പെസിഫിക് സ്റ്റോക്കിൽ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ലാഭം നിങ്ങൾക്ക് വളരെ ഈസിലി ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു ലോങ് സ്ട്രാറ്റജിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്തു, എന്നാൽ റിസൾട്ട് വന്നപ്പോൾ പ്രത്യേകിച്ച് കളർഫുൾ അല്ലാത്തൊരു റിസൾട്ട് വന്നു, അതുകൊണ്ട് തന്നെ വലിയൊരു മൂവ്മെന്റ് അടുത്ത ദിവസം നടന്നില്ല. അപ്പോൾ അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ വോളറ്റൈലിറ്റിനെ പറ്റി പഠിച്ച വീഡിയോയിൽ പറഞ്ഞതാണ്, ഒരു മേജർ മാർക്കറ്റ് ഇവന്റ് ഉണ്ടാകുന്നതിന് മുമ്പ് കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് വോളറ്റൈലിറ്റി എപ്പോഴും കൂടുമെന്ന്. എന്നാൽ നമ്മൾ എന്താ പറഞ്ഞത്, ലോങ് സ്ട്രാറ്റജിന്റെ കേസിൽ വോളറ്റൈലിറ്റി കുറവുള്ളപ്പോഴാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ ന്യൂസ് നമ്മുടെ അനുസരിച്ച് വന്നിട്ട് പെട്ടെന്നൊരു മൂവ്മെന്റ് ഉണ്ടായ ലാഭം ഉണ്ടാകും. ഇനി ന്യൂസിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിന്റെ പ്രൈസ് ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ന്യൂസ് വന്നതിന് ശേഷം വോളറ്റൈലിറ്റി കുറയും. അങ്ങനെ വോളറ്റൈലിറ്റി കുറയുമ്പോൾ നമ്മുടെ ലോങ് സ്ട്രാറ്റജിൽ നമുക്ക് നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടാകുന്നു. അപ്പോൾ സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ന്യൂസിനെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് കൂടി നല്ല രീതിയിൽ ഈ ലോങ് സ്ട്രാറ്റജിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമുക്ക് ലോങ് സ്ട്രാറ്റജിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാകും, ഇവിടെ ലോങ് സ്ട്രാറ്റജിന്റെ കേസിൽ ഒരു മേജർ ഡ്രോബാക്ക് ആയിട്ട് ഒരു പ്രോബ്ലം ആയിട്ട് പറഞ്ഞത് ഈ ഒരു 3-4-5% റേഞ്ചിൽ തന്നെ ഈ ഒരു അണ്ടർലൈങ് നിന്ന് പോവുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ മൂവ്മെന്റ് ചെയ്തില്ല എങ്കിൽ അവിടെ നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സോൾവ് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഷോർട്ട് സ്ട്രാറ്റജിൽ പഠിക്കേണ്ടത്. അതായത് ഇതും ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്ട്രാറ്റജി തന്നെയാണ്. എന്നാൽ പലരും ഇതിനെ കാര്യമായിട്ട് പേടിക്കുന്നുണ്ട്. അവർ എന്താണ് പേടിക്കുന്നത്, എന്താണ് ഈ സ്ട്രാറ്റജി, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഡ്രോബാക്സ് എന്താണെന്നെല്ലാം വളരെ വിശദമായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ ഞാൻ പറയാനുള്ളത് പോലെ ഏറ്റവും ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇതിന്റെ ഒരു അണ്ടർലൈങ്ങിന്റെ പുറത്ത് നിങ്ങളുടെ വ്യൂ അത് ഐദർ മുകളിലേക്ക് പോകാം അല്ലെങ്കിൽ താഴേക്ക് പോകാം എന്നുള്ളത് തന്നെയായിരിക്കും. എന്നാൽ ആ ഒരു മൂവ് ചെറുതായിരിക്കും, വലിയൊരു മൂവ് നടക്കില്ല എന്നുള്ളത്. അതായത് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഈ ഒരു അണ്ടർലൈൻ മുകളിലോട്ടോ താഴോട്ടോ പോകും, എന്നാൽ കുറച്ചേ പോകുള്ളൂ. ഒരു 1-2% മുകളിലേക്കോ അല്ലെങ്കിൽ ഒരു 1-2% താഴോട്ടേ പോകുള്ളൂ. അതിനേക്കാൾ കൂടുതൽ അത് മൂവ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നിങ്ങൾക്ക് ഷോർട്ട് സ്ട്രാറ്റജിൽ ഉപയോഗിക്കാം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോങ് സ്ട്രാറ്റജിൽ ഉപയോഗിക്കേണ്ടത് ഒരു വലിയ മൂവ് മുകളിലേക്കോ അല്ലെങ്കിൽ ഒരു വലിയ മൂവ് താഴോട്ടോ നടക്കാൻ സാധ്യത ഉണ്ടെങ്കിലാണ്. അപ്പോൾ അത് എങ്ങോട്ട് നടക്കുന്നുണ്ടെങ്കിലും ഉപയോഗിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇനി അതല്ല, അത്ര വലിയ മൂവ് നടക്കാൻ സാധ്യത, ചെറിയൊരു മൂവ് മുകളിലേക്കോ താഴോട്ടോ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് സ്ട്രാറ്റജിൽ ഉപയോഗിക്കാം. അപ്പോൾ എന്തിനാണ് ഷോർട്ട് സ്ട്രാറ്റജിൽ ഉപയോഗിക്കേണ്ടത്? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്, അതുപോലെ തന്നെ ഇവിടെ ലോസ് അൺലിമിറ്റഡ് ആണ്. ഇതൊരു വളരെ വലിയ പ്രശ്നമാണ് ഷോർട്ട് സ്ട്രാറ്റജിന്റെ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പലരും ഇതിനെ പേടിക്കുന്നു എന്ന് എഴുതിയത്. എന്നാൽ അൺലിമിറ്റഡ് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ലിമിറ്റഡ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ ഈ ഒരു നല്ല പോയിന്റ് ഉണ്ട്. അതായത് മാർക്കറ്റ് എങ്ങോട്ട് പോയാലും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു. അതിനേക്കാൾ നല്ലൊരു പോയിന്റ്, മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലാണെങ്കിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് മാർക്കറ്റ് ഇവന്റ്സോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എങ്കിൽ അവിടെ ഷോർട്ട് സ്ട്രാറ്റജിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പ്രോബബിലിറ്റി അത് പലപ്പോഴും കൂടുതലാണ് എന്ന് കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് മുന്നിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഷോർട്ട് സ്ട്രാറ്റജിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കാം. ലോങ് സ്ട്രാറ്റജിൽ എങ്ങനെയാണോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ. അതായത് ഒരു അറ്റ് ദ മണി കോൾ ഓപ്ഷനെയും ഒരു അറ്റ് ദ മണി പുട്ട് ഓപ്ഷനെയും രണ്ടിനെയും സെല്ല് ചെയ്യുക. നേരത്തെ നമ്മൾ ബൈ ആണ് ചെയ്ത്, ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുക. അപ്പൊ അങ്ങനെ സെല്ല് ചെയ്യുകയാണെങ്കിൽ നേരത്തെ അതേ എക്സാമ്പിൾ എടുക്കുകയാണ്. നിഫ്റ്റിയുടെ സ്പോട്ട് 10,893 കോൾ ഓപ്ഷൻ 10,900 CE ആണ്, പുട്ട് ഓപ്ഷൻ 10,900 B ആണ്. രണ്ടിന്റെയും പ്രീമിയം മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടും നമ്മൾ സെല്ല് ചെയ്യുകയാണ്. രണ്ടും സെല്ല് ചെയ്യുന്നതുകൊണ്ട് രണ്ടിന്റെയും പ്രീമിയം നമ്മൾ കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഡിഫറെന്റ് സിനാരിയോസിൽ എന്തായിരിക്കും നമ്മുടെ PNL എന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ അഗെയിൻ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വ്യക്തമായി
സ്വയമായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇവിടുത്തെ ജനറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ലോങ് സ്ട്രാഡിൽ എന്താണോ കണ്ടത് അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാപ്ഡ് ആണ്. അവിടെ മാക്സിമം പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആയിരുന്നു. നേരത്തെ ലോങ് സ്ട്രാഡിൽ എവിടെയാണ് നമുക്ക് മാക്സിമം ലോസ് ഉണ്ടായിരുന്നത്? അവിടെ മാക്സിമം ലോസ് ക്യാപ്ഡ് ആയിരുന്നു എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അവിടെ മാക്സിമം ക്യാപ്ഡ് ആയിട്ടുള്ള ലോസ് ഉണ്ടായിരുന്നത് അവിടെ ATMലാണ്. എന്നാൽ ഇവിടെ ATMലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മാക്സിമം ക്യാപ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് കാണാൻ പറ്റുന്നു. അപ്പോൾ ATMന്റെ താഴേക്ക് അണ്ടർലൈൻ നീങ്ങുകയാണെങ്കിൽ നമ്മുടെ നഷ്ടം കൂടി വരുന്നു. എത്രമാത്രം താഴോട്ട് പോകുന്നു അത്രയും മാത്രം അൺലിമിറ്റഡ് ലോസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ATMൽ നിന്ന് എത്രമാത്രമാണോ അണ്ടർലൈൻ മുകളിലേക്ക് നീങ്ങുന്നത് അങ്ങോട്ടും നമ്മുടെ ലോസ് കൂടി വരുന്നു. എത്രമാത്രം മുകളിലേക്ക് പോകുന്നു അത്രമാത്രം അൺലിമിറ്റഡ് ലോസും ഉണ്ടാകുന്നു. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇതിനെ അപ്പോൾ എങ്ങനെയാണ് ലോങ് സ്ട്രാഡിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലത് എന്ന് പറയുന്നതെന്ന്. തീർച്ചയായിട്ടും മുന്നിലേക്ക് പോകുമ്പോൾ പേ ഓഫ് കാണുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റുന്നതാണ്. അതായത് ഇവിടെ മാക്സിമം പ്രോഫിറ്റ് അത് ATMൽ എക്സ്പയർ ആകുമ്പോഴാണ് ആ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ എത്രയാണ് നമ്മൾ ടോട്ടൽ കളക്ട് ചെയ്യുന്ന പ്രീമിയം അതിന് ഇക്വലന്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലോസ് അത് അൺലിമിറ്റഡ് ആണ് എങ്ങോട്ട് തന്നെ മാർക്കറ്റ് നീങ്ങുകയാണെങ്കിലും. അപ്പൊ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഷോർട്ട് സ്ട്രാഡലിന്റെ പേ ഓഫിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ പേ ഓഫിൽ നോക്കുകയാണെങ്കിൽ മുഴുവൻ കളിയും നടക്കുന്നത് ഈ ഒരു ചെറിയ റേഞ്ചിനകത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഷോർട്ട് സ്ട്രാഡിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ ഒരു ചെറിയ റേഞ്ചിൽ മാത്രമേ മാർക്കറ്റ് നിൽക്കുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിലാണ്. അപ്പൊ ചെറിയ റേഞ്ചിനകത്ത് തന്നെ അത് മുകളിലേക്കും പോകാം താഴേക്ക് പോകാം, എന്നാൽ ഈ ഒരു ചെറിയ റേഞ്ചിനകത്ത് തന്നെ നിൽക്കണം. ഇതിനകത്ത് നിൽക്കുകയാണെങ്കിൽ കണ്ടോ വൈ ആക്സിസിൽ നമുക്കറിയാം പ്രോഫിറ്റ് ആണ്. അപ്പൊ ഈ ചെറിയ റേഞ്ചിനകത്ത് നിന്നാൽ നമുക്ക് പ്രോഫിറ്റ് തന്നെ നിൽക്കും. എന്നാൽ ഈ ചെറിയ റേഞ്ചിനകത്ത് നിൽക്കാതെ താഴോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് താഴോട്ട് ആക്ച്വലി അൺലിമിറ്റഡ് ലോസ് ആണ്. അതുപോലെ ഈ ഒരു ചെറിയ റേഞ്ചിൽ നിൽക്കാതെ ഈ ഒരു അപ്പർ ബ്രേക്ക് ഈവൻ പോയിന്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് അൺലിമിറ്റഡ് ലോസ് ആയിരിക്കും. അപ്പൊ ഈ അൺലിമിറ്റഡ് ലോസ് എന്നുള്ളത് പലപ്പോഴും പലരെയും പേടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ആക്ച്വലി നമുക്ക് മോശമല്ലാത്തൊരു വൈഡ് റേഞ്ച് കിട്ടാറുണ്ട്. അപ്പോൾ അണ്ടർലൈനിൽ വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ആക്ച്വലി ഷോർട്ട് സ്ട്രാഡിൽ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ്. അപ്പോൾ ഇവിടുത്തെ മാക്സിമം ലോസ് അത് അൺലിമിറ്റഡ് ആണ്. മാക്സിമം പ്രോഫിറ്റ് നമ്മൾ എത്രയാണോ പ്രീമിയം കളക്ട് ചെയ്തത് അതിന് ഇക്വലന്റ് ആണ്. നമ്മുടെ അപ്പർ ബ്രേക്ക് ഡൗൺ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അറ്റ് ദ മണി പ്ലസ് നെറ്റ് പ്രീമിയം ചെയ്താൽ മതി. ലോവർ ബ്രേക്ക് ഡൗൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അറ്റ് ദ മണി മൈനസ് നെറ്റ് പ്രീമിയം ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇനി വോളറ്റൈലിറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നേരത്തെ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടായിരുന്നത് അതേ സെയിം എഫക്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഓപ്പോസിറ്റ് അല്ലേ? അതായത് നമ്മളിവിടെ ഷോർട്ട് സ്ട്രാഡിലല്ലേ എൻട്രി ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രീമിയത്തിന്റെ വില കുറയുകയാണ് എങ്കിലാണ് നമുക്ക് ലാഭം. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വോളറ്റൈലിറ്റി കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഷോർട്ട് സ്ട്രാഡിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ വോളറ്റൈലിറ്റി കൂടി നിൽക്കുകയാണ്, മുന്നിലേക്ക് പോകുമ്പോൾ വോളറ്റൈലിറ്റി കുറയാൻ സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ വോളറ്റൈലിറ്റി കുറയുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു പ്രീമിയത്തിന്റെ പ്രൈസിലും താഴ്ച വരും. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ലാഭം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിലെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ലോങ് സ്ട്രാഡിലെ പ്രോബ്ലം ഇത് സോൾവ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഇതിലെ പ്രോബ്ലം ആണ് ലോങ് സ്ട്രാഡിൽ സോൾവ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഷോർട്ട് സ്ട്രാഡിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ചെറിയ റേഞ്ചിൽ തന്നെ മാർക്കറ്റിൽ നിൽക്കേണ്ടതുണ്ട്, അതിനേക്കാൾ കൂടുതലിലേക്ക് അണ്ടർലൈൻ മൂവ് ചെയ്യുകയാണെങ്കിൽ നഷ്ടം സംഭവിക്കുമെന്ന്. അപ്പൊ അത് സോൾവ് ചെയ്യാനാണ് ആക്ച്വലി ലോങ് സ്ട്രാഡിൽ ഉള്ളത്. അപ്പൊ രണ്ടും ആക്ച്വലി കണക്റ്റഡ് ആണ്. നമ്മുടെ വ്യൂ എന്താണോ അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് രണ്ടും ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് നോക്കുകയാണെങ്കിൽ വോളറ്റൈലിറ്റി കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റബിലിറ്റി കിട്ടുന്നു എന്ന് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് ഒരു മേജർ മാർക്കറ്റ് ഇവന്റ് വരുന്നതിന് മുമ്പ് ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുൻപൊക്കെ നമുക്ക് വളരെ ഈസിലി ഒരു സ്ട്രാഡിൽ അപ്ലൈ ചെയ്യാമെന്ന്. എന്നാൽ ലോങ് സ്ട്രാഡലിന്റെ കേസിൽ മാർക്കറ്റ് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള ഒരു റിസൾട്ട് വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ ലോങ് സ്ട്രാഡൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. എന്നാൽ അതേസമയം വളരെ പ്ലെയിൻ ആയിട്ട് എന്താണോ അനാലിസിസും മാർക്കറ്റും എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ ഒരു ന്യൂസ് ആണ്, അതുപോലെ ഒരു റിസൾട്ട് ആണ് വരാനിരിക്കുന്നതെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് ഷോർട്ട് സ്ട്രാഡിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം വോളറ്റൈലിറ്റി എന്തായാലും ഇവന്റിന് മുൻപ് വളരെ കൂടുതലായിരിക്കും. ന്യൂസ് വന്നതിന് ശേഷം അതിന്റെ അണ്ടർലൈനിൽ വലിയ മാറ്റവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ വോളറ്റൈലിറ്റി കുറയുമ്പോൾ അതിന്റെ പ്രീമിയം കാര്യമായിട്ട് കുറയുന്നു. അങ്ങനെ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഈ ലോങ് സ്ട്രാഡിലും ഷോർട്ട് സ്ട്രാഡിലും വളരെ വിശദമായി നിങ്ങൾക്ക് മനസ്സിലായെന്നും ഇതിനെ നിങ്ങൾ നന്നായി ഇംപ്ലിമെന്റ് ചെയ്ത് വളരെ നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു പോയിന്റ് വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ചെയ്യൂ. മുന്നിലേക്കും അതിശക്തമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ പോകുക. വളരെ വലിയ വിജയങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.
എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. മാക്സിമം പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ബുദ്ധിപരമായിട്ട് ഇന്റലിജന്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.